നമ്മളെല്ലാവരും തന്നെ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യാറുണ്ട്. പക്ഷേ റിയാലിറ്റിയിൽ നോക്കുമ്പോൾ ആ പ്ലാൻ ചെയ്തതിൻ്റെ പകുതിയോ അതിന് താഴെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുക. ഇതിനെ പ്ലാനിങ് ഫാലസി എന്നാണ് പറയുന്നത്. ഇത് ഒരു തെറ്റൊന്നുമല്ല. നമ്മളെല്ലാ മനുഷ്യരുടെ ഒരു ടെൻഡൻസിയാണ് നമ്മൾ പറ്റുന്നതിനേക്കാട്ടിലും കുറച്ചധികം അങ്ങ് പ്ലാൻ ചെയ്യും. ഇത്രയല്ലേ ഉള്ളൂ കാര്യം, പെട്ടെന്ന് ചെയ്യാമല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ എപ്പോഴും അതിൻ്റെ പകുതിയായിരിക്കും ചെയ്യാൻ പറ്റുന്നുള്ള റിയാലിറ്റി നമ്മൾ ഓർക്കാറില്ല. ചില ആളുകളുടെ കേസിൽ വരുമ്പോൾ ഈ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നില്ല, എനിക്ക് 100% അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് വലിയൊരു ടെൻഷനായി മാറാറുണ്ട്. പതുക്കെ ഇത് എൻ്റെ എന്തോ ഒരു കുറവാണ്, എനിക്ക് ചുറ്റുമുള്ള ബാക്കി എല്ലാവരും വളരെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ഞാൻ മാത്രമാണ് ഇങ്ങനെ ചെയ്യാത്തത് എന്നുള്ള രീതി ചിന്തിച്ച് ഒരു സെൽഫ് ബ്ലെയിം, സ്വയം കുറ്റപ്പെടുത്തുക, സ്വയം കളിയാക്കി സംസാരിക്കുക എന്നുള്ള രീതിയിൽ പല ആളുകൾക്കും സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. നമ്മൾ കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കണം. റിയാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര ഈസി ആവാറില്ല. കാരണം ഒരു ടാസ്ക് ചെയ്യാൻ ചിലപ്പോൾ നമ്മൾ മാത്രം വിചാരിച്ചാൽ പോരായിരിക്കും, നമ്മൾ മറ്റൊരാളുടെ ഹെൽപ്പ് നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ എവിടെ നിന്ന് ഒരു അപ്രൂവൽ നമുക്ക് കിട്ടേണ്ടതായിട്ടുണ്ടായിരിക്കും. അതൊക്കെ നമ്മൾ വിചാരിക്കുന്ന സ്പീഡ് ചിലപ്പോൾ നടക്കണമെന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഇടയിൽ വേറെ ജോലികളൊക്കെ വന്നിട്ട് വിചാരിച്ച പോലെ പ്ലാനുകളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ സെൽഫ് ബ്ലെയിമിലേക്ക് പോവാതെ ഈ റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് നമ്മൾ പെരുമാറിയാൽ മാത്രമേ ഈ ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ പറ്റൂ. ഇതെല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്കും ഉള്ളതാണ്. കുട്ടികൾക്ക്, പഠിക്കുന്ന കുട്ടികൾക്ക്, ജോലി ചെയ്യുന്ന ആളുകൾക്ക്, വീട്ടിലെ റെസ്പോൺസിബിലിറ്റി ചെയ്യേണ്ട സമയങ്ങളിലൊക്കെ തന്നെ ഇത് നമ്മളെ അഫക്റ്റ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഇതുവരെ നമ്മൾ ചെയ്യാത്തൊരു കാര്യമാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ പതുക്കെ എഫേർട്ട് ഇട്ട് ഒരു ധൈര്യം കിട്ടിയാൽ മാത്രമേ ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ഭയക്കുന്ന ഒരു കാര്യമാണെങ്കിൽ എല്ലാ ദിവസവും പതുക്കെ 1% എഫേർട്ട് ഇട്ടിട്ട് പതുക്കെ, ഇപ്പോൾ ഒരാളോട് പോയി ഒരു കാര്യം ചോദിക്കാനാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ പഠിച്ചു തീരാനുള്ള കാര്യമാണെന്ന് വിചാരിക്കുക. ഇന്ന് ഞാൻ 1% എഫേർട്ട് ഇടുന്നു, നാളെ ആവുമ്പോൾ കുറച്ചും കൂടെ എഫേർട്ട് ഇടുന്നു. അങ്ങനെ അറ്റ്ലീസ്റ്റ് 1% ഒരു ദിവസം ഞാൻ എഫേർട്ട് ഇട്ട് പതുക്കെ ഞാൻ ഇമ്പ്രൂവ് ആകാം എന്നുള്ള രീതിയിൽ ചിന്തിക്കണം. നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ബ്ലെയിമിംഗ് അല്ല, ഒരു സെൽഫ് കെയറിലൂടെ നമ്മളത് മാറ്റിയെടുക്കുകയാണ് വേണ്ടത്.